ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ സൂക്ഷിക്കണം. പറഞ്ഞു കേട്ടെടുത്തോളാം, രമാദേവി ചില്ലറക്കാരിയല്ല. നിനക്ക് തെറ്റി. അവരാ ഇനി സൂക്ഷിക്കേണ്ടത്. ഈ ഐശ്വര്യലക്ഷ്മി ആരാണെന്ന് അവർക്ക് ശരിക്കും അറിഞ്ഞൂടാ. എത്ര വട്ടം ആവർത്തിച്ച് പറഞ്ഞാലും അച്ഛനും അമ്മയും ഞാനും ഒക്കെ എങ്ങനെ അന്യരാവും ചേച്ചിക്ക്? ഞങ്ങൾ ആരും ഒരു തരത്തിലും ചേച്ചിയെ ശല്യപ്പെടുത്തുന്നില്ലല്ലോ. ശല്യം ആവുന്നുണ്ട് എനിക്ക് പലപ്പോഴും. എന്റെ കൺവെട്ടത്ത് കിടന്ന് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് തന്നെ എനിക്ക് ശല്യാ. ഞാൻ മുൻപ് പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എനിക്കാരും വേണ്ട. ഇനിയെങ്കിലും അതെല്ലാരും മനസ്സിലാക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാവും. ഞാൻ വിചാരിച്ചാൽ ഇപ്പോ ഈ നിമിഷം നിന്നെയും നിന്റെ അമ്മയും ഇവിടെ നിന്നെടുത്ത് പുറത്താക്കാൻ കഴിയും. അത് ഞാൻ ചെയ്യാത്തത് പണ്ടെപ്പോഴോ എന്റെ ആരൊക്കെയോ ആയിരുന്നു എന്നുള്ള ഒരു സെന്റിമെന്റ്സ് കൊണ്ടൊന്നല്ല. നീയൊക്കെ ഇവിടുന്ന് പോയി ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ ജീവിതവും കൂടെ നശിക്കും. അതുകൊണ്ട് മാത്ര ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടാത്തത്. ഇനിയിപ്പോ എന്ത് വന്നാലും എനിക്കൊരു പുല്ലും ഇല്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞൊക്കെ ഞാനങ്ങ് മറക്കും കേട്ടോ. കഴുത്തിൽ പിടിച്ച് പുറത്തു കളയും ഞാൻ രണ്ടിനെയും. അമ്മായി തന്നെ എല്ലാം പറയുന്നത്. ആദ്യം പറയും അർജുനേട്ടനെ കൊണ്ട് എന്നെ കെട്ടിക്കാന്ന്. അത് കഴിഞ്ഞ് പറയും അർജുനേട്ടന്റെ അവളുടെയും വിവാഹം നടത്താന്ന്. ഇതിലിപ്പോ ഞാൻ ഏത് വിശ്വസിക്കണം? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ. രമയുടെ മനസ്സിൽ എന്താണെന്നും എന്താ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും രമ തന്നെ പറഞ്ഞാലല്ലേ അറിയൂ. ഒന്ന് പറയും, മറ്റൊന്ന് പ്രവർത്തിക്കും. ഞാൻ എന്റെ ഒരു അഭിപ്രായം കൂടി പറയാം. വേണ്ട, നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് എത്രമേലായത്. നാളെ റിസപ്ഷനും കൂടെ കഴിഞ്ഞാ അവരൊരുമിച്ച് ജീവിതം തുടങ്ങും. അപ്പോഴും നിങ്ങളിങ്ങനെ വായി നോക്കിയിരിക്കും. എടി നീലു, ഞാൻ ആ വിവാഹ നിശ്ചയം മുടക്കിയത് അത് നീ മറക്കണ്ട. എന്നിട്ട് എന്ത് കാര്യം? അത് തന്നെയല്ലേ നടക്കുന്നത്. അവൾക്ക് തന്തേ തള്ളേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. നീ നടന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്താ വഴിയെന്ന് ആലോചിക്ക്. എന്നിട്ട് പറ. ഞാനത് കുഞ്ഞോളൊറ്റ ആലോചിക്കാം. അപ്പൊ കുഞ്ഞോൾ ആലോചിച്ചിട്ട് അതിന് വേണ്ട പരിഹാരം കാണും. ഇത്രയും പേരെ ആലോചിച്ച് തീരുമാനം ഉണ്ടാക്കുമ്പോഴേക്കും അവള് പേറും. പിന്നെ ആ കൊച്ചിന്റെ നൂലുകെട്ട് മുടക്കാൻ നടക്കാം. ഇതിലിപ്പോ ആലോചിക്കാനൊന്നുമില്ല. നാളെ എന്തായാലും വിവാഹവും റിസപ്ഷനും ഒക്കെ നടക്കും. അത് തടയാൻ എന്തായാലും പറ്റില്ല. ഇനി പറ്റുന്ന കാര്യം ഒന്നേ ഉള്ളൂ. അർജുനും അവളും ഇനിയും ഒരുമിച്ച് ജീവിക്കാതെ നോക്കണം. അത് ഞാൻ ഏറ്റു. എന്ത്? നിങ്ങൾ അവളുടെ അവന്റെ ഇടയിൽ ചെന്ന് കിടക്കുവോ? നിങ്ങളെ എല്ലാം ഏറ്റാ ഇപ്പോഴും അതേ ആലോചന തന്നെ നമ്മൾ നിൽക്കുന്നത്. അവനും അവൾക്കും ഒരു ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടാവരുത്. എന്ത് ചെയ്തിട്ടായാലും അത് മുടക്കണം. ഞാനിപ്പോ പറഞ്ഞ കാര്യം അതേപോലെ രമയോട് ചെന്ന് പറയണം. അതേ ഉള്ളൂ നിങ്ങളുടെ ജോലി. തട്ടിക്കൊണ്ടുപോകൽ നാടകം സക്സസ് ആയതുകൊണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ അർജുൻ സാർ വരെ നിന്നെ വെറുത്തു പോയേനെ. നിനക്ക് എന്നെ ശരിക്കും അറിയാത്തോണ്ടാ എലിസബത്തെ.
നടക്കൂന്ന് അത്രയ്ക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ വരെ ഞാൻ എപ്പോഴും ഒരു പ്ലാൻ ബി മനസ്സിൽ കണ്ടുവെക്കാറുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു രഹസ്യ സ്വഭാവമുള്ളതാണെങ്കിൽ പ്ലാൻ സിയും ഞാൻ മനസ്സിൽ കാണും. എന്നാലും അതല്ല, രമ മാഡത്തിന്റെ മനസ്സ് പെട്ടെന്ന് എങ്ങനെയാ മാറിയത്? അതേ എനിക്ക് മനസ്സിലാവാത്തത്. അതിന് അവരുടെ മനസ്സ് മാറിയെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഇത്രയും പവർഫുൾ ആയിട്ടുള്ള രമാദേവി ഇങ്ങ് താഴേക്കിടയിലുള്ള എന്നോട് ക്ഷമിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? പിന്നെന്തിനാ ഈ റിസപ്ഷൻ? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവര് വേറെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. മോനെ മുന്നിൽ നിർത്തി ഞാൻ ചെക്ക് വിളിച്ചതുകൊണ്ട് മാത്രാ അവരിപ്പോ അടങ്ങി നിൽക്കുന്നത്. ഇനിയാണ് കൂടുതൽ പണി. എന്തായാലും നീ സൂക്ഷിക്കണം. പറഞ്ഞു കേട്ടെടുത്തോളാം, രമാദേവി ചില്ലറക്കാരിയല്ല. നിനക്ക് തെറ്റി. അവരാ ഇനി സൂക്ഷിക്കേണ്ടത്. ഈ ഐശ്വര്യലക്ഷ്മി ആരാണെന്ന് അവർക്ക് ശരിക്കും അറിഞ്ഞൂടാ. ഇത് വാറാ, എ വെരി തിക്ക് വാർ. രമാദേവിയും ഐശ്വര്യലക്ഷ്മിയും തമ്മിലുള്ള വാർ. ആദ്യം ഈ രമാദേവിയുടെ റിസപ്ഷൻ പ്ലാൻ എന്തിനാണെന്ന് നോക്കണം. ഞങ്ങള് പറയായിരുന്നു രമാദേവിയുടെ വലിയ മനസ്സിനെ പറ്റി. വലിയ മനസ്സുള്ളത് കൊണ്ടല്ലേ മോനൊരു അനാഥ പെണ്ണിനെ സ്നേഹിച്ചപ്പോ ഈ ഒരു വിവാഹത്തിന് തയ്യാറായത്. ആ പെൺകുട്ടിയുടെ ഭാഗ്യേ അനാഥാലയത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്. ദരിദ്രയാണേലും പിച്ചക്കാരിയാണേലും എന്റെ മകൻ അവളെ ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ അവൾക്കൊരു ജീവിതം കൊടുക്കാന്ന് കരുതി. വലിയ മനസ്സാ രമാദേവിയുടേത്. ആഹാ. ഏട്ടന്റെ ഗെറ്റപ്പ് കൊള്ളാലേ. ഓയ് വെള്ളം. ഇവിടെ രണ്ടുപേർക്ക് കുടിക്കാൻ വെള്ളം വേണമായിരുന്നു. തൊണ്ട വേണ്ടിട്ടാ. എനിക്ക് എന്താടോ കുഴപ്പം? എനിക്കും ചന്ദ്രാമ്മയ്ക്കും വെള്ളം വേണമായിരുന്നു. എനിക്ക് വേണ്ട മോളെ. എന്നാ എനിക്കും വേണ്ട. തൊണ്ട വരണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് ആ ഇപ്പൊ മാറി. ഇങ്ങനെ എല്ലാവരുടെ അടുത്തും കൊണ്ട് നടക്കണ്ട മോളെ. എവിടെയെങ്കിലും ഒരു സൈഡിൽ വെച്ചിരുന്നാ മതി. ആവശ്യമുള്ളവരടുത്ത് കുടിച്ചോളും. എന്തിനാ അധിക പണിയൊക്കെ ചെയ്യുന്നേ? അതിനുള്ള ബുദ്ധി വേണ്ടേ? ദൈവം പല പോലെ വളർത്തി, ബുദ്ധി മാത്രം കൊടുത്തില്ല. പിന്നെ ഈ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് ചന്ദ്രാമ്മ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതേ കണ്ടോ? കയ്യിലിരിക്കുന്ന വെള്ളം എടുത്ത് മുഖത്തേക്ക് ഒഴിക്കണ്ടെങ്കിലേ ഡ്രൈവർ പയ്യൻ ചെല്ല്. ഈ ജാതിയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ ചെയ്തെന്ന് വരും. ഞാൻ പോവാ. നീ ഇത് അവിടെ എവിടെയെങ്കിലും കൊണ്ടുവച്ചേ. ചെല്ല്. നല്ല ഭംഗിയുള്ള കുട്ടി. രമ, യു ആർ ലക്കി.